108 താളങ്ങളിൽ ആദ്യമായി വരുന്ന 2 താളങ്ങൾ ഇവയാണ്. മാത്രകളുടെ ആകെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ചച്ചത്പുടം ചതുരശ്രനടയും ചാപപ്പുടം തൃശ്യനടയുമാണ്. ഈ താളങ്ങളിൽ പ്രകൃതിയിലുള്ള ചതുരശ്രനടയും തൃശ്യനടയും കണക്കിലെടുക്കുന്നില്ല. നാട്യശാസ്ത്ര രചനയിൽ ഈ 2 നടകളും കൂടാതെ രണ്ടും ചേർന്ന മിശ്രം എന്ന നടയും ഉൾപ്പെടുത്തി കാണുന്നു. നാടൻ ഗാനങ്ങളും നൃത്തവും ഈ നടകളിൽ മാത്രമാണ് നടത്തപ്പെട്ടിരുന്നത് എന്ന് കരുതാം. സംസ്കൃത വൃത്തങ്ങളിൽ കാണുന്ന ഗുരുലഘുക്കളുടെ ചേരുവകളാണ് 108 താളങ്ങൾക്ക് ആധാരമായി വരുന്നത്. ഈ താളങ്ങൾ പാട്ടുകൾക്ക് യോജിക്കുന്നവയുമല്ല. സംസ്കൃത വൃത്തങ്ങളിൽ ഹ്രസ്വാക്ഷരത്തിന് 1 മാത്രയും ദീർഘാക്ഷരത്തിന് 2 മാത്രയും കണക്കാക്കുന്നു. ഒരു ഗണത്തിൽ 3, 4, 5, 6 എന്നിങ്ങനെ മാത്രകൾ ഉണ്ടായിരിക്കും. 8 ഗണങ്ങളാണ് വൃത്തങ്ങളുടെ ലക്ഷണം പറയുവാൻ ഉപയോഗിക്കുന്നത്.